ഞാനൊരു 1.5 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തു, ഓർമ്മയുണ്ടായിരിക്കും. അത് പല ആൾക്കാരും കണ്ടു, എനിക്ക് പല ചോദ്യങ്ങളുണ്ടായി. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ഹൈന്ദവ ഭൂരിപക്ഷം മാസീവായിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ്, മാസീവായിട്ട് കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പലരും അതിൻ്റെ താഴെ വന്ന് ക്രിട്ടിസൈസ് ചെയ്തു, കുരിശ് കൃഷി അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം 2 ദിവസം മുമ്പ് ജാർഖണ്ഡ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആസാം മുഖ്യമന്ത്രി, അദ്ദേഹത്തിനാണ് അതിൻ്റെ ചാർജ്, ഹിമന്ത് ബിശ്വ ശർമ്മ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പ്രസംഗത്തിൽ. ജാർഖണ്ഡിൽ 60% മുകളിൽ ഹിന്ദുക്കളല്ലാത്തവരുടെ മെജോറിറ്റി കൂടി. പിന്നീട് അയാൾ പറഞ്ഞത് മുസ്ലിം വെച്ചാൽ തെറ്റാ, മുസ്ലിംസ് ഒന്നും അല്ല. കാരണം മുസ്ലിംസിന് അത്ര ധൈര്യമൊന്നുമില്ല ഈ കൺവേർഷൻ ഒന്ന് നടത്താൻ. കാരണം അവർ ഈ വിടുവാത്തരം പറയുന്നത് പോലെ അവർക്ക് പേടിയാണ്. അതുമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിലോട്ട് പോകുന്നവരുടെ കാരണം ആ കമ്മ്യൂണിറ്റിയെ പറ്റി പഠിക്കുവാണെങ്കിലും ആ മതത്തെ പറ്റി പഠിക്കുവാണെങ്കിൽ അതിലോട്ട് പോകുന്നവരുടെ വളരെ കുറവും. അപ്പോൾ അതല്ല, ഇവർ പോയേക്കുന്നത് മുഴുവനും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില പോയിന്റുകൾ അന്ന് പറഞ്ഞു, അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ മാസീവായിട്ടുള്ള കൺവേർഷൻ ഉണ്ടായിരിക്കുന്നത്? ഒന്നെടുക്കാം, തമിഴ്നാട്. അത് ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഏകദേശം 25-30% മുകളിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. നിങ്ങൾ ചെന്നൈയിൽ പോയിട്ട് ആരോടെങ്കിലും ചോദിക്കുകയാണ്, ഇവരുടെയൊക്കെ പേര് നോക്കുക, എല്ലാം ഹിന്ദു പേരായിരിക്കും, പക്ഷേ ഇവർ ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. ഇവരൊന്നും കാത്തലിക് അല്ല, വീണ്ടും പറയുന്നത് ഇവരൊക്കെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആണ്, വളരെ സോളിഡ് ബിലീവേഴ്സാണ്. ഇനി സദേൺ തമിഴ്നാട് പോവുക, മധുര, ട്രിച്ചി, ആ സൈഡ്, അവിടെ ബേസിക്കലി ദളിത് കമ്മ്യൂണിറ്റി ഒന്നടങ്കം കൺവേർഷനായി. നമ്മന്റെ പെൺകുട്ടിയോളെ വഴി തെറ്റിക്കാനും അങ്ങോട്ടേക്ക് മാറ്റാനൊക്കെ കുറെ എണ്ണം ഇറങ്ങിയുണ്ട്. അതൊന്നും ഇനി നടക്കൂല, ഞങ്ങൾ ഒട്ടും സംഭവിക്കൂല. അപ്പൊ പിന്നെ ഇമാതിരി കൂത്തൊക്കെ ഈ നാട്ടിൽ കാട്ടിയാലേ ഈ നാട്ടുകാർ ഇടപെടും. ഇനി ഞങ്ങളുടെ കുട്ടികളുടെ മുഖത്ത് നിന്റെയൊക്കെ നോട്ടം പറയാണ്ടല്ലേ, വെട്ടിക്കൂട്ട് ഡാമിൽ താത്ത ഞാൻ ഉണ്ടാക്കി മോനെ.